വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ കാത്തു നിൽക്കുന്നവരായിരിക്കും എല്ലാവരും അല്ലേ. അപ്പോൾ ഇന്നും കൂടി ഒന്ന് ക്ഷമിക്കുക, നമ്മൾ തിങ്കളാഴ്ച മുതൽ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ വീഡിയോ അപ്ലോഡ് ആക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെറിയൊരു അന്ധവിശ്വാസം ഉണ്ടാവില്ല. എനിക്ക് ഈ സൺഡേ തുടങ്ങുക അല്ലെങ്കിൽ മൺഡേ തുടങ്ങുക ഇങ്ങനെയൊക്കെയുള്ള ചെറിയൊരു അന്ധവിശ്വാസമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ഞാൻ. നമുക്ക് ഇന്നങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച് തുടങ്ങിയാൽ മതി, പക്ഷേ ആ ഞായറാഴ്ച ആവട്ടെ, അതല്ലേ നല്ല ദിവസം, ആ ദിവസം അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഞായറാഴ്ച വരെ നിൽക്കുന്നത്. സൺഡേ നമ്മൾ തുടങ്ങിയിട്ട് തിങ്കളാഴ്ച മുതൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കും. ഒരാഴ്ച ഞാൻ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മൾ ഡെയിലി കഴിക്കുന്ന ഫുഡ് എങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ തുടങ്ങാമെന്നാണ് പ്ലാന്. കാരണം എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക ഒരു കംപ്ലൈൻ്റ് ആണ്, ഞാൻ വെജിറ്റബിൾ കഴിക്കുന്നില്ല, ഫ്രൂട്ട്സ് കഴിക്കുന്നില്ല, ഹെൽത്തി ആയിട്ടൊന്നും കഴിക്കുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും ഇല്ലാതെ തുടങ്ങണം എന്നാണ്. പിന്നെ എന്താ പറയുക വേറെ കീറ്റോ ഡയറ്റോ കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ നോർമൽ ഡയറ്റാണ് നമ്മളെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട്, എന്നാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിങ്കളാഴ്ച എന്തായാലും വീഡിയോ ഇടും, എന്തൊക്കെയാണ് കഴിക്കുന്നത് എന്നൊക്കെയുള്ള. ഇന്നിപ്പോൾ ഈ ഒരു എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് രാവിലെ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അതാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ എഴുന്നേൽക്കാൻ നല്ല അത്യാവശ്യം ലേറ്റ് ആവും കേട്ടോ. ഈ മദ്രസ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ അവിടെ തന്നെ അങ്ങനെ ഇരിക്കും, കുറച്ച് എണീക്കും, പക്ഷേ അടുക്കളയ്ക്ക് അങ്ങോട്ട് എത്തൂല. കുറച്ച് മദ്രസ പറഞ്ഞേക്കാനോ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് കുറച്ച് ഫോണൊക്കെ നോക്കി ഇങ്ങനെ അവിടെ അങ്ങനെ നോക്കി നിൽക്കും. കുറച്ച് ഒരു മടിക്ക് രാവിലെ. അപ്പോൾ അല്ലെങ്കിൽ മദ്രസക്ക് പറഞ്ഞേക്കണം, ഇങ്ങനെയൊക്കെയുള്ള തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ലേറ്റ്. പിന്നെ ലാസ്റ്റ് വെച്ചൊരു ചടപടേ തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് പിന്നെ പെട്ടെന്ന് ദോശ ഇട്ട് കൊടുത്തിട്ട് ഇന്ന് നീനുണ്ട്. ഇന്നലെ ഞാനൊരു ഷോർട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നീന് വന്നേ. അപ്പം ഓളുള്ളതുകൊണ്ട് രാവിലെ ഒക്കെ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഓൾ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ എനിക്ക് ഗീ റൈസോ അല്ലെങ്കിൽ നെയ്ച്ചോറോ അങ്ങനെ എന്തെങ്കിലും വേണം ഉച്ചക്കൊക്കെ. അപ്പോൾ അത് മാത്രം ഞാൻ 11 ആകുമ്പോൾ 12 ആകുമ്പോൾ അത് തന്നാൽ മതി, എനിക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വലിയ ഹെവി ആയിട്ടോ അങ്ങനെ നല്ല ഇതൊന്നും ഉണ്ടാക്കണമെന്നില്ല എന്നുള്ള ആദ്യം പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ദോശ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അതങ്ങനെ ചുടുന്നുണ്ട്. ചുട്ടത് ഇതുമൂന്ന് കൊടുത്തു. ഇതുമൂ വേഗം 1-2 കഴിച്ചിട്ട് മീൻകറി കൂട്ടി കഴിച്ചിട്ടുണ്ട്. നീനും എപ്പോഴെങ്കിലും വരുന്നതല്ലേ, ഒക്കെ അവിടുന്ന് ഹെൽത്തി ഫുഡായിട്ട് അങ്ങനെ എന്താ പറയുക കടല ചെറുപയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും അവിടുന്ന് അങ്ങനെ കിട്ടൂല കേട്ടോ. കിട്ടിയാൽ തന്നെ വലിയ ടേസ്റ്റ് ഇല്ല എന്നാണ് ഓൾ പറയുന്നത്. അവിടെ ഹോസ്റ്റൽ ഫുഡല്ലേ, ചെറുപയറൊക്കെ എന്തോ പോലെയാണെന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പ്രോട്ടീൻ റിച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് കടലൊക്കെ വെള്ളത്തിട്ടുണ്ടായിരുന്നു. അത് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ളൂ. അപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് ഇതും വേഗം പോവാണ് കേട്ടോ. എനിക്ക് കടല കൊടുക്കാൻ പറ്റിയില്ല. എന്താ പറയുക അപ്പോക്കിന് വെന്തില്ല കേട്ടോ. ഇനി തൂമിച്ച് ശരിയാക്കുമ്പോൾ നോക്ക് ലേറ്റ് ആവും. വെള്ളിയാഴ്ച ആകുമ്പോൾ തന്നെ 9:30 ക്ലാസ് തുടങ്ങും. അപ്പോൾ 9:15 9:10 ആകുമ്പോൾ തന്നെ ഇറങ്ങണം, വേഗം പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പം ഉച്ചയ്ക്ക് നേരത്തെ വരുമല്ലോ, അപ്പോൾ തരാം ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ഏതായാലും ഓൾ ദോശയും മീൻകറിയൊക്കെ കൂട്ടി കഴിച്ചോൾ പോയി. ഇനി ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാം. ഞാൻ കടലക്കറിയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂമിച്ച് സെറ്റാക്കി വെക്കട്ടെ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഈ നേരം എത്തുന്നതാട്ടോ, ഒരു 9:30-10 മണീൻ്റെ ഉള്ളിൽ എത്തുന്നത്. അപ്പോൾ മൂപ്പര് എന്തോ സ്കൂൾ ബസ്സിന് ചെറുതായിട്ട് എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആവും, വരുമ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾ ബസ്സിൻ്റെ കാര്യമില്ല, ചെറിയ നെട്ടും വീട്ടൊക്കെ ഇളകി അതവിടെ നിൽക്കില്ലല്ലേ. അപ്പോൾ അങ്ങനെ മൂപ്പരും വന്നിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം കടലൊക്കെ ഒന്ന് തൂമിച്ച് സെറ്റാക്കിയാണ് വെച്ചു. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, നീനുട്ടി വന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, രാത്രി ഇടുന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ പരിപാടികളൊക്കെ അങ്ങനെ ചെയ്ത് പിന്നെ അടിച്ചു വാരുക, തുടക്കുക, ക്ലീനിങ് പരിപാടികളൊക്കെ അങ്ങനെ ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടും എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല കേട്ടോ. ചിക്കനോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഇതുമൂന്നോട് പറഞ്ഞിട്ട് ഇവിടെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു കുറച്ച് പിന്നെ ബീൻസ്, ക്യാപ്സിക്കം, ക്യാരറ്റ് അങ്ങനെയൊക്കെ കുറേശ്ശെ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ സാധാരണ ഗീ റൈസിൻ്റെ അരിയാണ് കേട്ടോ, അതുകൊണ്ട് ഉണ്ടാക്കേണ്ട ഒരു തട്ടിക്കുട്ടി ഫ്രൈഡ് റൈസാണ്. നമ്മൾ വലിയ അരിയൊന്നും വാങ്ങുന്നൊന്നുമില്ല കേട്ടോ. മീനുട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അതിന് ഭയങ്കര സന്തോഷം. പിന്നെ അങ്ങനെ അതെൻ്റെ ടേസ്റ്റാണ്. വലിയ അരിനോട് ഇവിടെ ആർക്കും അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു 11-11:30 ആയപ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് വന്നത്. ഇന്നലെ കിടക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഉറങ്ങി ഞാൻ എഴുന്നേൽക്കുന്ന വരെ അമ്മച്ചി വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ എഴുന്നേറ്റ് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുഖത്ത് ആ കല ഉണ്ടാവും, ഇതുവരെ പോയിട്ടില്ല കേട്ടോ. എന്താ പറയുക ചിക്കൻ ബോക്സ് ഉണ്ടായിട്ട് മുഖത്ത് 1-2 കലയുണ്ട്, അത് പോവാനേ കൂട്ടക്കുന്നില്ല. പിന്നെ ഞങ്ങൾ സ്കിന്നിൻ്റെ ഡോക്ടറെ കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരു എഴുതുന്നൊരു ഒൽമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള തേച്ചിറങ്ങി. ഞാൻ
കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ചയും കൂടി കഴിഞ്ഞിട്ട് തേക്കാമെന്ന് പറഞ്ഞ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഡോക്ടറെ കാട്ടി ഇങ്ങനെ നിന്നതേനും. പിന്നെ മഞ്ഞളെണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോസ്റ്റലിലേക്ക്. അത് തേച്ചിട്ട് സുഖമുണ്ട് നോക്കാം, നമുക്ക് ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ 2-3 ആഴ്ചക്കായി ഇതുവരെ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ കഴിഞ്ഞ ആഴ്ച അതൊന്ന് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊരു മങ്ങി വരുന്നുണ്ട് കേട്ടോ കല. ഏതായാലും മുഖത്ത് 1-2 കലയുണ്ട്. പിന്നെ ഉള്ളത് കഴുത്തിലാണ്. വേറെ ഒരു വലിയ കുഴപ്പമില്ല. എന്തായാലും ഞങ്ങളിങ്ങനെ 1-2 വർത്താനം പറഞ്ഞ് ഇന്നപ്പോക്കിന് എൻ്റെ ഹസ്ബൻഡ് വന്നു. അപ്പോൾ ചിക്കനൊക്കെ എത്തി. അപ്പോൾ ഞാൻ വേഗം ചിക്കനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ നീനുട്ടിയും എന്താ വേണ്ടേന്ന് ചോദിച്ചപ്പോൾ എന്ത് ചായയാണോ കോഫിയാണോ വേണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഹോർലിക്സ് മതിയെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ 2-3 ഹോർലിക്സിൻ്റെ പാക്കും ബൂസ്റ്റിൻ്റെ പാക്കൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന്ന് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ പാലിങ്ങനെ എടുത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വന്നത്. ഇപ്പം റസവ ആ പാപ്പയാണ് കേട്ടോ, എൻ്റെ അമ്മോനില്ല, വെള്ളിയാഴ്ച വരുന്ന അമ്മോനുണ്ട്. അപ്പോൾ മൂപ്പര് വിളിച്ചിട്ട് ആരാ അവിടെ ഉള്ളത്, ഐറൂസ് ഉണ്ടോ, മോളുണ്ടോ, നീനുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കാരണം ഐറൂസൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും മുട്ടായി ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോട് ആരുമില്ല, നീനുട്ടി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം നോക്കും നീനുവിന് ഹോർലിക്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഹോർലിക്സ് പിന്നെ ചെറിയ പാക്കില്ല, അതാണ് ഞാൻ വാങ്ങി വെക്കൽ. ഇങ്ങനെ ഹോർലിക്സ് ആണെങ്കിലും ബൂസ്റ്റ് ആണെങ്കിലും കോഫിയൊക്കെ ആണെങ്കിലും ആ ചെറിയ പാക്ക് വാങ്ങിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ ആവശ്യത്തിന് അത് ഒരു പാക്ക് കറക്റ്റ് ആയിരിക്കില്ലേ ഒരു കപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനത് റെഡിയാക്കി അത് പൊട്ടിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി അത് പാൽ തിളപ്പിച്ചേക്ക് പാർന്നിട്ട് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ലേശം പിന്നെ പാലൊഴിച്ചിട്ട് പഞ്ചസാരയും ഹോർലിക്സ് ഇട്ടിട്ട് ലേശം പാലൊഴിച്ചിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒക്കെ കൊടുത്തതാട്ടോ. അപ്പോൾ പണ്ട് ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് പിന്നെ നിൻ്റെ വീട്ടിൽ നിൽക്കുന്ന നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടോ ഇതേപോലെ പാൽപ്പൊടിയും പഞ്ചസാര കിട്ടി ഇത്തിരി വെള്ളം ഒഴിച്ച് കാണ്ട് കുറുന്നിട്ട് കലക്കിയിട്ട് അതിങ്ങനെ തൊട്ടാൻ വെച്ചൊക്കെ കഴിക്കലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഹോർലിക്സൊക്കെ കലക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും അത് ഓർമ്മ വരും കേട്ടോ. അപ്പോൾ ഞാനത് ഇവരൊന്നും അങ്ങനെ എൻ്റെ മക്കളായിട്ട് അങ്ങനെയൊന്നും ചെയ്ത ഒരു ഓർമ്മ എനിക്ക് ചെയ്തിട്ടേ അല്ല കേട്ടോ. ഞാനൊക്കെ അങ്ങനെ കുറേ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ഇവർക്ക് ഹോർലിക്സ് കലക്കുമ്പോൾ അങ്ങനെ കുറച്ച് ഇട്ട് പഞ്ചസാരയും ഹോർലിക്സ് ഇട്ടിട്ട് കുറച്ച് പാലും പറഞ്ഞിങ്ങനെ ഇളക്കിയിട്ട് കൊടുത്തപ്പോൾ ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ പിന്നെ പരിപാടികളൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. എന്നാലും ഞാൻ ഹോർലിക്സ് കലക്കി കൊടുത്തിട്ട് ആ പാപ്പനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പാപ്പ വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ഫുഡൊന്നും വേണ്ട, പാപ്പ വരുന്ന എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കടി കൊണ്ടുവരും എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു സാരല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ കാബുളി കടല ഉണ്ടാക്കിയത്, അതെന്തായാലും കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പം എടുത്തിട്ടുള്ളൂ. ഒരു അപ്പും പിന്നെ കാബുളി കടൽ പിന്നെ മീൻകറിയത്തെ ഒരു മീനിൻ്റെ തല ഉണ്ടായിരുന്നു, അയല മീനാണ്, അതിൻ്റെ തലയും കൂട്ടിയിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കടല നല്ലോണം എടുത്തിട്ടുണ്ട്, അത് കുഴച്ച് കൊടുക്കുകയാണ്. അതങ്ങനെ കഴിച്ച് നിന്നപ്പോൾ അമ്മവും വന്നു കേട്ടോ. കാരണം വിളിച്ച് അപ്പോൾ തന്നെ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ വന്നപ്പോൾ ഫോണും കണ്ട് ഓടി വന്നപ്പോഴേക്കും മൂപ്പര് പോയി. അങ്ങനെ ആ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കുകയാണ് കേട്ടോ. നീനും ഓളെ കയ്യിൽ തന്നെ കിട്ടിയത്, ഓളെ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവന്നത്. അപ്പം നോക്കുമ്പം നീനും അറിയിച്ചു ഇത് എനിക്കിഷ്ടപ്പെട്ട സാധനമാണ്, എന്താണ് വെച്ചതെന്നാണ് ചോദിക്കണം. അപ്പോൾ ഞാൻ 1-2 പേര് പറഞ്ഞു കേട്ടോ, പപ്സ് പിന്നെ എന്താ പറയുക ബോണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അതല്ല, എന്താ വടയായിരുന്നു കേട്ടോ, ഈ ഉഴുന്ന് വടയൊന്നും. അത് ഓള് ഈ പഠിക്കാൻ പോണ കാലത്ത് അവിടെ ചെറിയൊരു കട ഉണ്ടായിരുന്നു സ്കൂളിൻ്റെ അടുത്ത്, അവിടെ എപ്പോഴും ഇങ്ങനെ ഉഴുന്നുവട വാങ്ങി കഴിക്കാണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനത് മറന്നുപോയി. അപ്പോൾ ഓളിനോട് ഇമ്മച്ചിക്ക് ഇതിനെപ്പറ്റി ഇപ്പോൾ ഒരു ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പോണത് കേട്ടോ. എന്തായാലും ഓൾ അതിൽ നിന്ന് 1 എടുത്ത് പോയി, 1 ഞാനെടുത്തു, പിന്നെ ബാക്കി 2 ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 4 കറക്റ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ 2 അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഞാൻ ഓളം അവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പൊയ്ക്കോ വിടുന്നതെന്ന് പറഞ്ഞിട്ട് ആട്ടി പറഞ്ഞ് ഞാൻ എൻ്റെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. കാരണം സംസാരിച്ചിരുന്ന് ഇപ്പോൾ തന്നെ 12 വാങ്ങി കൊടുക്കാനായി. എൻ്റെ ഹസ്ബൻഡ് പള്ളിക്ക് പോയി. പിന്നെ എൻ്റെ ഒരു പരിപാടി കഴിഞ്ഞിട്ടില്ല. പള്ളിയിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്കിവിടെ ഫുഡായിട്ടില്ലെങ്കിൽ ശരിയാവില്ല. വെള്ളിയാഴ്ച ഒരു പ്രത്യേക ടെൻഷനാണ്. കാരണം അല്ലാത്ത ദിവസം ഇനി പള്ളിക്ക് നിസ്കരിച്ച് വന്നാലൊന്നും ഫുഡ് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പമില്ല. പക്ഷേ വെള്ളിയാഴ്ച ആ പള്ളിക്ക് വരുമ്പോൾ ഒരു ഫുഡ് വിളമ്പി വെക്കണം, വെച്ചിട്ടില്ലെങ്കിൽ എനിക്കൊരു ടെൻഷനാണ്, മൂപ്പർക്കൊരു ടെൻഷനാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ വേഗം നീനുവിനെ പറഞ്ഞാൽ ഞാൻ വേഗം ഫുഡ് ഉണ്ടാക്കുകയാണ്. അപ്പം ഗീ റൈസ് അങ്ങനെ ജസ്റ്റ് ഓയിലും ഉപ്പും ഇട്ടിട്ട് വെള്ളം വന്ന് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്തേക്ക് ഉള്ളിവാട്ട അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അത് അങ്ങനെ വേവിച്ച് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് വെച്ചപ്പോഴേക്കും ഇതുമ്മ വന്നു കേട്ടോ. ഇതുമ്മ വന്നിട്ട് 2 ഉഴുന്നുവട ഉണ്ടല്ലോ, അതിലിപ്പോൾ ഏതാ എനിക്ക് വെച്ചപ്പോൾ എനിക്ക് വേണ്ടിയതൊന്നും എടുത്തോണം. അപ്പോൾ വലിപ്പം നോക്കുക കേട്ടോ, ഇതാണോ വലുത് എന്ന് പറഞ്ഞിട്ട് വെച്ച് നോക്കുകയാണ്. എന്നിട്ട് ഒന്ന് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഓള് കഴിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫുഡായിട്ട് വിളിക്കാതെ വരെ അടുക്കളയ്ക്ക് വരരുത്, അമ്മച്ചി വേഗം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കറണ്ടും പോയി കേട്ടോ. കറണ്ട് പോയി പിന്നെ ഞാൻ
അതാ ഓരോന്നോരോന്നായിട്ട് വെജിറ്റബിൾസ് അരിയാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചിക്കന് വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കന് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് നമ്മളിന്ന് വെക്കാനുള്ള ചിക്കൻ എടുത്തിട്ട് മസാല ഇച്ചിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് മസാല തേച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ പൊരിച്ചൊരു എണ്ണയിൽ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒന്നും കൂടി ഒരു ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുകയാണ് ഞാൻ. അങ്ങനെയൊക്കെ വെച്ച് ശീലമായിട്ട് ഇപ്പോൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മളൊന്ന് വറുത്തെടുക്കുമ്പോൾ ആ എണ്ണയ്ക്ക് പിന്നെ ഉള്ളി വാട്ടുമ്പോൾ ഒരു നല്ലൊരു മണമല്ലേ. അപ്പോൾ അങ്ങനെ അത് വറുത്ത് കോരി അധികം നെരിച്ച് വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം ആ എണ്ണയിലേക്ക് ഇതാ ഞാൻ ഉള്ളി വാട്ടാനിട്ടിട്ടുണ്ട്. ആ ഉള്ളി വാടുന്ന ആ സമയത്താണ് കേട്ടോ പിന്നെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു മിന്ത്രയിൽ നിന്ന് 1-2 സാധനങ്ങൾ ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ എത്തിയിട്ട് പിന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് പോയി വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ മിന്ത്രയിൽ അത്യാവശ്യം നല്ല 90% ഓഫർ ഉണ്ടായിരുന്നു. നല്ല അതിൽ നിന്ന് ഞാൻ ഒരു 4-5 ഐറ്റംസ് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഓഫറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് അതിൻ്റെ ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫർ. നല്ല ഓഫർ ഉണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങി വെക്കാൻ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വാങ്ങി വെക്കാനൊക്കെ നല്ലതാണ്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങി വെച്ചാൽ നമുക്കിപ്പോൾ ക്രിസ്മസ് അതുപോലെ തന്നെ നമ്മൾ പെരുന്നാൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എടുക്കുക. അപ്പം മോളും നീനൊക്കെ വാങ്ങി വെച്ചാലൊക്കെ സുഖമാണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ശരിയാവില്ല, ഇപ്പോൾ വാങ്ങിയാൽ ശരിയാവില്ല, കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ പിന്നെ കുറച്ച് ഇപ്പോൾ ഇടാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാൻ വന്നപ്പോഴേക്കും ഇവിടെ ഉള്ളിയൊക്കെ കരിയുന്നുണ്ട്. ഞാൻ പറയുമ്പോൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഞാനത് വാങ്ങാൻ പോയത്. പിന്നെ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് വന്നപ്പോഴേക്കും പിന്നെ ഇവിടെ എന്താ പറയുക ഉള്ളി ചെറുതായിട്ട് കരിഞ്ഞ് കുഴപ്പമില്ല. ഞാൻ പിന്നെ തക്കാളിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും ടേസ്റ്റിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇവിടെ പിന്നെ അതിലേക്ക് ബാക്കി ക്യാരറ്റ് ക്യാപ്സിക്കം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിൻ്റെ ചിക്കൻ അവിടെ വേവുന്നുണ്ട്. അങ്ങനെ 2 പണികളൊക്കെ ആയിട്ട് അങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ് കേട്ടോ. കറണ്ട് പോയതുകൊണ്ട് അലക്കൽ അവിടെ സ്റ്റക്കായി നിൽക്കുകയാണ്. മുഴുവനായിട്ടില്ല. നീനുട്ടിൻ്റെ 1-2 സാധനം അർജൻറ്റായിട്ട് കൊണ്ടുപോകാനുള്ളത് സോക്സ് പിന്നെ അടിവസ്ത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അർജൻറ്റായിട്ടുള്ളത്. കുറച്ച് അടിവസ്ത്രങ്ങൾ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഒരു 200-250 രൂപ റേറ്റ് ഉള്ളൂ. 4 ഇന്നർ വെയറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല സാധനമാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ വാങ്ങിയാൽ പെടുമോ എന്നുള്ള അത്രയും റേറ്റ് കുറഞ്ഞ റേറ്റിൽ വാങ്ങില്ല. അപ്പോൾ പെടുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയാണ് യൂസ് ചെയ്യാൻ. നല്ല ബനിയൻ ക്ലോത്ത് ടൈപ്പ് നല്ല ഇന്നർ വെയറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ അലക്കി സെറ്റാക്കി അതിൻ്റെ ഒരു അപ്പോൾ കറണ്ട് വന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചിക്കനിക്ക് കുറച്ച് വെള്ളം പാർന്നിട്ട് കുറുന്നന് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അധികം ഗ്രേവി ഒന്നും വെള്ളം പോലെ ഒന്നുമല്ല. നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ നമുക്ക് അങ്ങനെ കറി വേണമെന്നില്ലല്ലോ. അവിടെ പ്രത്യേകിച്ച് നീനൊരു കറി വേണ്ട കേട്ടോ. അത് ഫ്രൈഡ് റൈസ് വേറെ കഴിക്കുക, ചിക്കൻ വേറെ കഴിക്കുക, അങ്ങനെ മതി. ഇനി പൊരിച്ച ചിക്കനായാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഞാനൊന്ന് ജസ്റ്റ് മസാലയൊക്കെ ഇട്ട് വറ്റിച്ച് വെച്ചതന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റിൽ അങ്ങനെ വെച്ചതാണ് കേട്ടോ. അങ്ങനെ മേലെ മല്ലിച്ചപ്പ് മൊതീനും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ അതാ ഞാൻ ആദ്യം തന്നെ ഫ്രൈഡ് റൈസിനുള്ള നമ്മുടെ പാത്രം വെച്ചു. എന്നിട്ട് അതിലേക്ക് ആദ്യം ഇത്തിരി വെളിച്ചെണ്ണയിൽ ഞാൻ കുറച്ച് 3 മുട്ട എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വറുത്ത് അങ്ങനെ ചിക്കിച്ചിക്കാക്കിയിട്ട് മാറ്റി വെച്ചു. പിന്നെ ഓയിലാണ് കേട്ടോ, നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ഓയിലാണിത്. ഓയിലേക്ക് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഉപ്പും കുരുമുളക് പൊടി മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത്. അതും അങ്ങനെ ഒന്ന് വറുത്ത് കോരി വെച്ചു. അതിന് ശേഷം നമ്മൾ പിന്നെ വെളുത്തുള്ളിയാണ് ഇത് ഞാൻ ഈ ഷാൻജിയോൻ്റെ വീഡിയോ ഒന്ന് കണ്ടുപിടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറേ ഒരു 4-5 പ്രാവശ്യം ഉണ്ടാക്കിയതുകൊണ്ട് ഇതിൽ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല. അല്ലാത്തൊക്കെ ഞാൻ പിന്നെ ഒന്നും കൂടി നോക്കിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികളൊക്കെ ആഡ് ചെയ്തു. പച്ചക്കറികൾ നമുക്ക് ഓപ്ഷനാണ് കേട്ടോ. ഇനിയും ഇടുക. പിന്നെ മഞ്ഞ കളറിലുള്ള ചുവപ്പ് കളറിലുള്ള പല കളറിലുള്ള ക്യാപ്സിക്കം ഉണ്ട്. പിന്നെ ഉള്ളിത്തൂമ്പിൻ്റെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ രണ്ടിലേക്ക് ഇടാം കേട്ടോ. ഞാൻ പിന്നെ മക്കൾ കഴിക്കുന്ന സംഭവങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇതാക്കിയിട്ട് ഇളക്കിയിട്ട് അപ്പോൾ കുറച്ച് സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒഴിച്ചിട്ട് അതിലിങ്ങനെ ജസ്റ്റ് പച്ചക്കറികളൊക്കെ വന്നപ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച മുട്ടയും
പിന്നെ എന്താ പറയുക ചിക്കൻ പൊരിച്ചതൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ ചോറ് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. ഇളക്കി കൊടുക്കുമ്പോൾ ഞാൻ ഇത്തിരിയും കൂടി സോയാ സോസ് ഇങ്ങനെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്ത് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം സാധാ നമ്മൾ നെയ്ച്ചോറിൻ്റെ റൈസാണ് വിചാരിച്ചിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. സംഭവം നല്ല അടിപൊളിയാണ്. നമുക്ക് വലിയ റൈസായിരിക്കും ചിലർക്ക് ഇഷ്ടം. എനിക്ക് പിന്നെ ഈ ഒരു റൈസ് ഞങ്ങൾ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനത്തെ എന്താ പറയുക വലിയ റൈസ് വേണമെന്നൊന്നും നിർബന്ധമല്ല കേട്ടോ. ഞങ്ങൾക്ക് ഈ ഒരു അരി ആയാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. അപ്പം ചിക്കനും കടായി ഒക്കെ അച്ചാറും തൈരും ഒക്കെ ഉണ്ട്. അതൊക്കെ കൂട്ടിയെടുത്തിട്ട് പപ്പടത്തിൻ്റെ ഒരു കുറവ് നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എമ്മിയും തുത്തും ഒക്കെ വീഡിയോ കോൾ ചെയ്തിട്ട്, അതാണ് നീനുവിൻ്റെ കയ്യിൽ ആ ഫോണ്, ഒരു വീഡിയോ കോൾ ചെയ്ത് അവരോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ ഫുഡ് കൊടുക്കുന്നത്. നീനുവിന് വാരി കൊടുക്കുകയാണ്. ഇതുമ്മു സ്കൂളിട്ട് വന്നു കഴിച്ചു പോയിട്ടോ. അപ്പം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ പിന്നെ ഒരു തിരക്കിലായിരുന്നു ഫുഡ് ഉണ്ടാക്കണേ. അപ്പം അത് കഴിച്ച് കഴിഞ്ഞാൽ അമ്മാനോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ എനിക്കും നീനൂട്ടിയും കൂടി ഒരു പ്ലേറ്റിലെടുത്ത് പോകുന്നു, ഞങ്ങൾ രണ്ടാളും കൂടി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഡയറ്റ് തുടങ്ങുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നല്ല ഫുഡ് അടിയാണ്. എന്തായാലും 90-91 എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഡയറ്റ് സ്റ്റാർട്ടാക്കിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീണ്ടും 95 ആവും. അപ്പോൾ ഞാൻ എന്തായാലും സ്ട്രിക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡയറ്റുമായിട്ട് നമുക്ക് തിങ്കളാഴ്ച കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണ്, സപ്പോർട്ട് ചെയ്യണേ.